വേനൽ ചൂടിലും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം തിളയ്ക്കുന്നു. ഇ.പി. ജയരാജനും രാജീവ് ചന്ദ്രശേഖറും ബിസിനസ് പങ്കാളികളെന്ന ആരോപണം വിടാതെ UDF. ചിത്രം പുറത്തുവിട്ട കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല. സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണത്തിലെ അപാകതയും ചർച്ചയാക്കി UDF. കേന്ദ്ര അവഗണനയും പ്രചാരണ ആയുധമാക്കി LDF. സുരേഷ് ഗോപിക്ക് വേണ്ടി പല VIP-കളും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്ന കലാമണ്ഡലം ഗോപിയുടെ മകൻ. സുരേഷ് ഗോപിയെ അനുഗ്രഹിച്ചിട്ട് പത്മഭൂഷൺ വേണ്ടെന്നും മകൻ രഘുരാജിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. ആരോപണം തള്ളി സുരേഷ് ഗോപി. തന്റെ ചിത്രം വെച്ച പ്രചാരണം വേണ്ടെന്ന ടൊവിനോ തോമസിനൊപ്പമുള്ള ചിത്രം പിൻവലിച്ച് VS സുനിൽകുമാർ. ആലുവയിലെ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ദുരൂഹത. 3 പേരെ തട്ടിക്കൊണ്ടുപോയതായി ജില്ലാ പോലീസ് മേധാവി. ആദ്യം കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം ഒരു ഐ വിറ്റ്നസ് ഉണ്ടായിരുന്നു. അവരുടെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഒരാളുണ്ടായിരുന്നു. ഉടൻ തന്നെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു. പിന്നെ ചെയ്തിട്ട് ശേഷം നമുക്ക് മനസ്സിലായത് 3 പേരുണ്ടായിരുന്നു. സംഭവത്തിൽ വാഹന കച്ചവടക്കാരായ 2 പേർ കസ്റ്റഡിയിൽ. പേരാമ്പ്ര അനൂപ് കൊലക്കേസ് പ്രതി കൊടും കുറ്റവാളിയെന്ന് പോലീസ്. മുത്തേരി ബലാത്സംഗ കേസ് 1-ാം പ്രതിയായ മുജീബ് റഹ്മാൻ സമാന കേസുകളിൽ വിചാരണ നേരിടുന്നു. പ്രതിക്കായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് പ്രതിസന്ധിക്ക് പരിഹാരമായില്ല. വിതരണക്കാരുമായി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ചർച്ച. കുടിശ്ശിക നൽകാതെ പിന്നോട്ടില്ലെന്ന മരുന്ന് വിതരണക്കാർ. ഉപവാസ സമരവുമായി MK രാഘവൻ MP. പുതുവൈപ്പിൻ IOC പ്ലാന്റിനെതിരെ സമരം ചെയ്തവർ നിയമക്കുരുക്കിൽ തുടരുന്നു. കോടതി കയറിയിറങ്ങി 90 കഴിഞ്ഞവരും. കേസുകൾ അവസാനിപ്പിക്കണമെന്ന ആവശ്യം.